ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയം ജേണി. അഖണ്ഡ 2 താണ്ഡവം, ഭയങ്കരമായിട്ടുള്ള ശിവതാണ്ഡവമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. 1 മിനിറ്റ് 17 സെക്കൻഡ് ഉണ്ട്. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കറണ്ടും ഇല്ല, വെളിച്ചമില്ല, ഒരു തേങ്ങയില്ല. സോ ഉള്ള വെളിച്ചത്തിൽ നമുക്ക് സൂര്യ വെളിച്ചുണ്ടല്ലോ, ഇപ്പൊ പോവും. അതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. അഖണ്ഡ 2 താണ്ഡവം ടീസർ മലയാളമാണ് ഞാൻ എടുത്തുള്ളത്. NBK നന്ദപുരി ബാലകൃഷ്ണ, ബോയാപതി ശ്രീനു. ബോയാപതി ശ്രീനു ഫുൾ കോമഡിന്റെ ആളാണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. 61,463 വ്യൂ വിത്തിൻ 23 ഹവേഴ്സ്. മലയാളത്തിലാണ് നമ്മൾ ആലോചിക്കണം. നല്ല വ്യൂ ആണ്. ലെറ്റ്സ് വാച്ച്. റെഡി. എന്റെ ശിവന്റെ അനുവാദമില്ലാതെ ആ കാലം പോലും കണ്ണു തുറക്കില്ല. പിന്നെയാണോ നീ നിരപരാധികളെ കൊന്നൊടുക്കുന്നോ? യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ചങ്ക് പൊട്ടിച്ചാകാണ് വലി. എന്റെ മോനെ, ഇതെന്താണ്? ഞാൻ വൻ കോമഡി കേട്ടോ. ഉള്ള പറയല്ലോ, ഈ നന്ദപുരി ബാലകൃഷ്ണ എന്ന് പറയുന്ന പുള്ളീന്റെ സംഭവം ഭയങ്കര രസമാണ്. ആള് നൈസായിട്ട് ചെയ്യും. ചില പടങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടമൊക്കെ സൂപ്പർ ആയിരുന്നു. മ്യൂസിക്കും ഇത് കുറച്ചൊരു ബോധം നിങ്ങൾക്ക് വരാത്തത് എന്താണ്? ഈ മലയാളം സിനിമ ഇപ്പോഴും അടിപൊളിയായിട്ട് നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധമുള്ള കുറെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് തരുൺമൂർത്തി ലാസ്റ്റ് പറഞ്ഞുള്ള ഇന്റർവ്യൂവിലെ കാര്യം ഇവിടെ പ്രധാനമാണ്. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ അത് പറയാതിരിക്കാൻ വയ്യ. കാരണം അമ്മാതിരി സീനാ കണ്ടത്. ഇന്ന് ആലോചിച്ച ഒരു ശൂലം കഴുത്തിട്ട് ഒറ്റ കറങ്ങാൻ നടക്കണം. ഇത് ആക്ച്വലി നടക്കണം, ഓടും തിരിച്ചറിയാൻ പറ്റുന്ന സ്പീഡിൽ പോവുകയാണ്. ഈ സാധനം ഇങ്ങനെ കറങ്ങിടുന്നിട്ട് ബാക്കിയുള്ളവരുടെ കഴുത്ത് എടാ, കുറച്ച് ബുദ്ധി ഇല്ലാന്നറിയാം. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ഭയങ്കരാണ്. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ആ ഒരു വൈബില് കണ്ടിരിക്കാം. പക്ഷെ ഇത് കണ്ടിട്ട് ഭയങ്കരമാണ് തോന്നുന്നുണ്ട്. കാരണം അത്രയും ആളുകൾ ഇതിൽ നിന്ന് കോർത്തിട്ട് ഒറ്റ ചവിട്ടും പോക്കി എറിയാണ്. എന്തത് ഹെലികോപ്റ്ററോ ഭൂ പറഞ്ഞ പോ. എന്റെ അമ്മോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, തുടരും എന്ന് പറഞ്ഞ സിനിമയില് ഈ എന്താ പറയാ, ലാലേട്ടൻ ഫാന് കരണ്ട് വന്നു, എനിക്കറിയാം, അങ്ങനെയാണല്ലോ. അപ്പോ ആ സാധനം ഫാന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തലയ്ക്ക് അടിക്കുന്ന ഒരു സീൻ ഉണ്ട്. ഈ സീൻ പറയുന്ന സമയത്ത് ലാലേട്ടൻ അയ്യോ അത് വേണോ മോനെ, അത് വേണോ, അത് ട്രോൾ മെറ്റീരിയൽ ആവൂലേ, നമ്മൾ ആളുകൾക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ ആവൂലേ, വേണോ വെച്ചിട്ട് പല വട്ടം വേണോ ചോദിച്ച അവസാനം ഇദ്ദേഹം അതിന്റെ ഫൈറ്റ് കൊറിയോ ചെയ്തിട്ടുള്ള ആളുമായിട്ട് സംസാരിച്ച്, പേര് എനിക്ക് കിട്ടുന്നില്ല, നമ്മുടെ മുടി കിട്ടിട്ടുള്ള ആള്, തമിഴ് ആക്ടറൊക്കെ ആയിരുന്ന പുള്ളി, പേരെന്തായിരുന്നു, ഓക്കെ, എനിവേ വാട്ട് എവർ, അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹം കുറെ സംസാരിച്ച അവസാനം ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയാണോ ചോദ്യം ചോദിക്കുകയാണ്. അത് ശരിയാവോ, അത് ട്രോൾ മെറ്റീരിയൽ ആവില്ലേ, അത് ഓക്കെ ആണോ, അതൊക്കെ എങ്ങനെ പോലെ, എങ്ങനെ ഫാന് കുറച്ചിട്ട് അടിക്കാൻ, റിയലിസ്റ്റിക് ആയിട്ട് റിയൽ ആയിട്ട് ചിന്തിക്കുകയാണ്. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള ഒരു മാസ് മൂവി ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കുറെയൊക്കെ ഫാൻ കുറച്ചടിക്കുന്നത് വലിയ സീനില്ലാത്ത പ്രശ്നമായി, കുഴപ്പമില്ല. പക്ഷെ തുടരുന്ന പോലത്തെ ഒരു സിനിമയിൽ അത് റിയലിസ്റ്റിക് ആണോ, അത് ശരിയാണോ, അയാൾ അങ്ങനെ ചെയ്യുമോ, കഥാപാത്രം ചെയ്യുമോ എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു. അത് നല്ല രീതിയിലുള്ള സാധനങ്ങൾ വരുന്നു. അത് ഇവിടെ ഇല്ല. ഇവിടെ നന്ദമൂരി ബാലകൃഷ്ണൻ പറയാണ് എനിക്ക് 10 ആളെ ഒരു വടിമ കുറച്ച് പൊക്കണം. ഇപ്പൊ ഡയറക്ടർ ഓക്കെ 10 ആൾ 15 ആക്കി. ഇതാണ് അവിടുത്തെ അവസ്ഥ. മേ ബി അവിടുത്തെ ഓഡിയൻസിന് അതാണ് വേണ്ടത് പറയരുത്. അത് വേണ്ട ഓഡിയൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ഇതൊരു സാധനം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസ് തീർച്ചയായിട്ടും അതിനെ പ്രതീക്ഷിക്കുള്ളൂ. ഓക്കെ കണ്ടേക്കാം, എൻജോയ് ചെയ്തേക്കാം എന്നുള്ള മൈൻഡ് അവർക്കും വരും. ബട്ട് ഇപ്പോഴത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സിനിമകൾ കണ്ട്, ഹോളിവുഡ് സിനിമകൾ കണ്ട്, നല്ല നല്ല സ്ക്രിപ്റ്റുകൾ അവിടുന്ന് ഉണ്ടായി, നല്ല ഒരുപാട് സിനിമകൾ അവിടുന്ന് വന്ന് കുറച്ചൊക്കെ അത് മാറ്റി പിടിക്കേണ്ട സമയം ആയില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പൊ നന്ദമൂരി ബാലകൃഷ്ണ ആണെങ്കിൽ ഇത് ചെയ്താൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. നല്ല മാസ് ആക്ഷൻ മൂവീസ് ചെയ്യട്ടെ. എന്തിനാണ് ഇങ്ങനത്തെ
കോമാളിത്തരം ചെയ്യണത് എന്ന് ചോദിക്കുകയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മളത് എൻജോയ് ചെയ്യും. തിയേറ്ററിൽ വന്നാലൊക്കെ അത് പോയി കാണും. 25/9 മാസമാണ് പടം വരുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, സെപ്റ്റംബർ 9 സോറി 25 കാണാം.